ദൈവത്തിന് മഹത്വം. സ്നേഹവന്ദനം. ഇത് അവൻ്റെ ശബ്ദം നിനക്കായി. മുൻപേ നിനക്കുകയും കൂടെ ഇരിക്കുകയും ചെയ്യുന്നവൻ. ആവർത്തനം 31:8. യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു. അവൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. മോശയുടെ അന്ത്യവചനങ്ങളുടെ ആരംഭമാണ് ഈ അധ്യായം. മിസ്രയീമിൽ നിന്ന് ജനത്തെ വിടുവിച്ച് 40 വർഷം മരുഭൂമിയിൽ പരിപാലിച്ച മോശ യോർദാൻ കടക്കയില്ലെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ജനത്തെ അറിയിച്ചിട്ട് പകരം ആര് അവരെ കനാനിൽ കൊണ്ടുചെല്ലും എന്ന് അറിയിക്കുകയാണ്. നമുക്ക് മോശയേക്കാൾ വലിയവൻ ഉണ്ട്. അവൻ നമുക്ക് മുൻപായി നേരത്തെ തന്നെ ക്രൂശോളം മുൻപായി പോയി. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന് വഴിയൊരുക്കി. പരിശുദ്ധാത്മാവിന്റെ രൂപേണ അവൻ നമ്മുടെ കൂടെ ആശ്വാസപ്രദനായി എന്നും കൂടെയുണ്ട്. യേശു നിങ്ങളുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി മരിച്ചു എന്നും ഉയർത്തു എന്നും വിശ്വസിക്കുന്ന തൽക്ഷണം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു. സംശയിക്കുന്നവൻ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാത്തവൻ ദൈവത്തിൽ നിന്ന് അകലുന്നു. ഒരു യഥാർത്ഥ വിശ്വാസി അവൻ മടങ്ങി മാനസാന്തരത്താൽ ദൈവത്തിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവ് അവനെ സഹായിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, വഴി നടത്തുന്നു, വിശ്വാസ ജീവിതത്തിനായി ശക്തീകരിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിനായി വേർതിരിക്കപ്പെടുന്നു. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു, നിങ്ങൾക്കായി വേരൂന്നുന്നു, സഹായിക്കാനായി പ്രവർത്തിക്കുന്നു, കൂടെ ഇരിക്കുന്നു, മുൻപേ പോകുന്നു, നിങ്ങൾക്കായി യുദ്ധം ചെയ്യുന്നത് തുടരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുതാത്തത് ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. സർവസൃഷ്ടിയുടെയും കർത്താവ് സ്ഥലകാല പരിമിതിയില്ലാത്ത ഒരു വ്യക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.